അല്ലെങ്കിൽ തന്നെ ഈ വിദേശത്ത് നിന്ന് പല ആളുകളും ഇവിടെ വരുന്നതും ചില കാര്യങ്ങൾ കുറച്ചുകൂടെ സെൻസിബിളായി സംസാരിക്കുന്നതുമൊക്കെ നമ്മുടെ സംഘി സുഹൃത്തുക്കൾക്ക് പിടിക്കില്ല. ബുദ്ധി പണ്ടേ പറ്റില്ല, വിവരമുണ്ടെങ്കിൽ കുറച്ച് ഇൻ്റലിജൻ്റ് സംസാരിച്ചാൽ ആ വഴിക്ക് പോവില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് കാലത്ത് ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ പുറത്തുനിന്നൊരു രാജാവ് വന്നു, ഇവിടുത്തെ രാജാവ് മുണ്ടില്ലാതെ ഓടി, അത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ മുണ്ട് തലയിൽ കെട്ടി നിന്ന് ജയിച്ചു എന്ന് പറയണം. എന്ത് ചെയ്യാൻ പറ്റും? മുണ്ടില്ലാതെ ഓടിപ്പോയി, അത് തോറ്റുപോയി, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് ചരിത്രം ശരി. അപ്പോൾ അങ്ങനെ പറയുന്നവരോടുള്ള ദേഷ്യം, ഈർഷ്യ. അപ്പോഴാണ് ടിപ്പു സുൽത്താൻ്റെ വേണമെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ സന്തതി പരമ്പരകളെ തപ്പി ഇറങ്ങുക. അപ്പോൾ അത് മുഴുവൻ മുസ്ലിങ്ങളാണെന്ന് തോന്നുക. ടിപ്പു സുൽത്താനാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തി. നെപ്പോളിയൻ ബോണപ്പാർട്ടിന് വരെ കത്തയച്ച ആളാണ് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ സഹായം ചോദിച്ചുകൊണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ചരിത്രം വളരെ സെലക്റ്റീവായിട്ട് പിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ വിദേശ രാജ്യങ്ങളുമായുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ മുഴുവൻ ഒരു കടുത്ത അസഹിഷ്ണുത സംഘപരിവാരത്തിനുണ്ട്. കാരണം സംഘപരിവാരത്തിന് ബുദ്ധിയും വിവരവും വിവേകവും പേടിയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ സാധനം. അപ്പോൾ ഈ NGOകൾ ഈ നാട്ടിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തോ രാഷ്ട്രവിരുദ്ധമാണ് എന്ന് പറഞ്ഞവരാണ് ഇവർ ഈ പരിപാടി മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെയുള്ള സംഘടന ഉണ്ടാകാം. അപ്പം ഞാൻ ചോദിക്കട്ടെ, പുറത്തുള്ള ഇതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് പണം കിട്ടുന്ന സംഘപരിവാർ ബന്ധമുള്ള സംഘടനകളില്ലേ? ഉണ്ട്. അപ്പോൾ ആ പണം എന്താ? വിദേശത്തു നിന്ന് ഏത് പണം വാങ്ങിക്കുന്നതും കുഴപ്പമാണെങ്കിൽ ഇതും പ്രശ്നമാണ്. പക്ഷേ അങ്ങനല്ല, ഇത് നമ്മൾ സെലക്ട് ചെയ്ത് ചില ആളുകളെ പിടിക്കുക, എന്നിട്ട് എല്ലാത്തിനും ഒരു ചാപ്പയാണ് കുത്തുന്നത്. വിദേശത്തു നിന്ന് പണം വന്നു ഇപ്പോൾ എന്നിട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെയുള്ള നടന്നു. ഇപ്പോൾ ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം പ്രമോദെ വിശ്വസിക്കാൻ പറ്റില്ല. നിയമത്തിൻ്റെ വിശദാംശങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് FCRA വഴി പുറത്തുനിന്ന് വരുന്ന പണം, ആ പണം വെച്ച് നിങ്ങൾ ചില പ്രവർത്തികൾ ചെയ്തു, ചില അസറ്റ്സ് ഉണ്ടായി. എന്നെങ്കിലും ഒരു കാലത്ത് ആ FCRA ലൈസൻസ് ലാപ്സ് ആവുകയോ അത് ഫ്രീസ് ചെയ്യുകയോ അത് റദ്ദാക്കുകയോ ചെയ്താൽ, കേന്ദ്ര സർക്കാർ ചെയ്താൽ, ഈ വിദേശ പണം കൊണ്ട് ഇവർ ചെയ്തു വെച്ച ഈ അസറ്റ്സ് മുഴുവൻ അത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലേക്ക് പോകും. എന്ന് മാത്രമല്ല, അത് വിറ്റ് കാശാക്കി കേന്ദ്ര ഫണ്ടിലേക്ക്, കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് വകയിരുത്താനും അനുവാദം കൊടുക്കുകയാണ്. അതിന് ഒരു പ്രത്യേക ഏജൻസിയെ രൂപീകരിക്കും. ഈ ഏജൻസിക്ക് മുകളിലേക്ക് കോടതിയുടെ ഇടപെടൽ പോലും വളരെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. 1. 2, രാജ്യത്തെ NGOകളെ കുറിച്ചുള്ള അന്വേഷണം നടത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്കോ ബാക്കി ഏതെങ്കിലും ഒരു ഏജൻസികൾക്കോ പറ്റില്ല. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. എന്ന് വെച്ചാൽ സംഘപരിവാരത്തിൻ്റെ കീഴിലുള്ള ഒരുത്തനെയും തപ്പാൻ പോകണ്ട എന്നുള്ളതാണ്.